95,600 എക്സീഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് റൂള് 28-ഉം 37B-യും. 28 ഉപയോഗിക്കുന്നത് സബ്സ്റ്റാൻറ്റീവായിട്ട് പോകുമ്പോൾ അപ്പോൾ താഴെ പോസ്റ്റ് ഇല്ല, അപ്പോൾ പിന്നെ റീഫിക്സേഷൻ്റെ ഒന്നും പ്രശ്നം വരുന്നില്ല. 37A-യിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒഫീഷ്യേറ്റ് ചെയ്യാൻ പോകുമ്പോഴാണ്. അപ്പോൾ താഴെ പോസ്റ്റ് ഉള്ളതുകൊണ്ട് അവിടെ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഇയാൾക്ക് നഷ്ടം വരാതെ നോക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ 28 രണ്ട് തരത്തിലും പോകാം. സബ്സ്റ്റാൻറ്റീവായിട്ട് പോയാൽ നമ്മൾ പഴയ 28ൻ്റെ തന്നെയാണ്, പക്ഷേ അവിടെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഇത് പാവപ്പെട്ടവൻ്റെ ആയതുകൊണ്ട് നോഷണൽ ഇൻക്രിമെൻ്റ് എന്നൊരു സാധനമുണ്ട്, അത് മാത്രം ഒന്ന് ഓർത്തേക്കുക. നോഷണൽ ഇൻക്രിമെൻ്റ് കൊടുത്തിട്ട് കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ നോഷണൽ പേ എന്ന് പറയും, അതിൻ്റെ മുകളിലാണ് ഫിക്സ് ചെയ്യുക. ഇനി ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ഓർക്കുക. ഒരു പേഴ്സണൽ പേ, സ്പെഷ്യൽ പേ എന്ന് പറഞ്ഞ സാധനം നമ്മൾ പഠിച്ചു. എന്താ പേഴ്സണൽ പേ, സ്പെഷ്യൽ പേ എന്നൊക്കെ ആ വീഡിയോ നോക്കണം. അവിടെ ഈ പേഴ്സണൽ പേയും സ്പെഷ്യൽ പേയും ഇതിന് പരിഗണിക്കുമോ, പേ ആയിട്ട് പരിഗണിക്കുമോ, ഈ നമ്മുടെ പ്രൊമോഷൻ്റെ സമയത്ത് ഫിക്സ് ചെയ്യാൻ നേരത്ത് പരിഗണിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. സാധാരണ ഇതിൽ പറയുകയാണെങ്കിൽ പരിഗണിക്കില്ല. പക്ഷേ പേഴ്സണൽ പേ രണ്ട് തരത്തിൽ കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഫ്യൂച്ചർ പിന്നെ ഇൻക്രിമെൻസിൽ ഡിസോൾവ് ചെയ്യുന്നതും ഡിസോൾവ് ചെയ്യാത്തതും. ഡിസോൾവ് ചെയ്യാത്ത പേഴ്സണൽ പേ ആണെങ്കിൽ അത് പരിഗണിക്കണം എന്നുള്ള ഓർക്കുക. പേഴ്സണൽ പേ രണ്ട് തരത്തിൽ കൊടുക്കും. ഫ്യൂച്ചർ ഇൻക്രിമെൻസിൽ ഡിസോൾവ് ചെയ്ത് പോകും എന്ന് പറഞ്ഞ് കൊടുക്കും. ഫ്യൂച്ചർ ഇൻക്രിമെൻറ്റ്സ് ഡിസോൾവ് ചെയ്യില്ല എന്ന് പറഞ്ഞ് കൊടുക്കും. ഈ ചെയ്യില്ല എന്ന് പറഞ്ഞ് കൊടുക്കുന്ന പേഴ്സണൽ പേ ആണെങ്കിൽ അത് നമ്മുടെ ഫിക്സേഷനിൽ പരിഗണിക്കണം. സ്പെഷ്യൽ പേയുടെ കാര്യത്തിൽ ഇൻ ലിeu ഓഫ് ഹയർ ടൈം സ്കെയിലാണ് കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ, അത് സാധാരണ ഇതിൽ പരിഗണിക്കില്ല, പേ ആയിട്ട് പരിഗണിക്കില്ല, ഫിക്സേഷൻ സമയത്ത് പരിഗണിക്കില്ല. പക്ഷേ ഇത് തുടർച്ചയായിട്ട് 3 വർഷം മേടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പരിഗണിക്കാം. അപ്പോൾ പേഴ്സണൽ പേയും സ്പെഷ്യൽ പേയും സാധാരണഗതിയിൽ പരിഗണിക്കില്ല. എക്സെപ്ഷൻ പേഴ്സണൽ പേ ഡിസോൾവ് ചെയ്യാത്തതാണെങ്കിൽ പരിഗണിക്കാം. സ്പെഷ്യൽ പേ 3 വർഷമായിട്ട് തുടർച്ചയായിട്ട് മേടിച്ചുകൊണ്ടിരിക്കുകയാണ് പരിഗണിക്കാം. ഇനി വേറൊരു സാധനമുണ്ട്, സ്റ്റാഗ്നേഷൻ ഇൻക്രിമെൻറ്റ്. എന്താണ് സ്റ്റാഗ്നേഷൻ ഇൻക്രിമെൻ്റ് എന്ന് ചോദിച്ചാൽ, ഒരു സ്കെയില്, ഒരു പോസ്റ്റിനൊരു സ്കെയിലുണ്ട്, സ്കെയിലിനൊരു മാക്സിമം ഉണ്ട്. ഒരാൾ മാക്സിമത്തിലെത്തി നിന്നാൽ അയാൾക്ക് പിന്നെ കൊടുക്കുന്ന ഇൻക്രിമെൻ്റ് കൊടുക്കാൻ നിയമമില്ല. അങ്ങനെ ഇരിക്കുന്നയാൾക്ക് അയാൾക്കൊരു എന്താ പറയുക, അയാൾക്കൊരു ദയാദാക്ഷിണ്യത്തോട് കൊടുക്കുന്ന ഒരു ഇൻക്രിമെൻ്റാണ് സ്റ്റാഗ്നേഷൻ ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത്. മാക്സിമത്തിലെത്തി നിൽക്കുന്നയാൾക്ക് പിന്നീട് കൊടുക്കുന്ന ഇൻക്രിമെൻ്റാണ് സ്റ്റാഗ്നേഷൻ ഇൻക്രിമെൻ്റ്. ഈ സ്റ്റാഗ്നേഷൻ ഇൻക്രിമെൻറ്റിന് നിയമം 5 പ്രാവശ്യം കൊടുക്കാൻ പാടുള്ളൂ ഒരു പോസ്റ്റിൽ. അത് ഈ 5 പ്രാവശ്യം എങ്ങനെയാണ് കൊടുക്കുന്നത് വെച്ചാൽ 4 എണ്ണം ഓരോ വർഷം നമ്മൾ ഇൻക്രിമെൻറ്റ് കൊടുക്കണമല്ലോ, ഓരോ വർഷം കൊടുക്കും, ഇയർലി കൊടുക്കും. 5ാമത്തത് അടുത്ത വർഷം കൊടുക്കില്ല, 2 വർഷം കൂടുമ്പോഴേ കൊടുക്കും. അപ്പോൾ ആദ്യത്തെ 4 എണ്ണം ഇയർലി, 5ാമത്തെ എണ്ണം ബൈഈനിയൽ എന്ന് പറയും, 2 വർഷം കൂടുമ്പോൾ കൊടുക്കും. എന്ന് വെച്ചാൽ 6 വർഷത്തിനുള്ളിൽ 5 ഇൻക്രിമെൻറ്റ് കൊടുക്കും. ഇതിനാണ് സ്റ്റാഗ്നേഷൻ ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത്. ഈ സ്റ്റാഗ്നേഷൻ ഇൻക്രിമെൻറ്റിന് വേറൊരു നിയമമുണ്ട്. സ്റ്റാഗ്നേഷൻ ഇൻക്രിമെൻ്റ് ഒരിക്കലും പിന്നെ നമ്മുടെ മാക്സിമം സ്കെയിലിൻ്റെ ഇപ്പോഴത്തെ പോസ്റ്റിൻ്റെ മാക്സിമം അറിയാമല്ലോ, 166,800, അത് എക്സീഡ് ചെയ്യാൻ പാടില്ല സ്റ്റാഗ് കൊടുത്താൽ. അത് മാത്രമാണ് അതിനകത്തൊരു നിയമമുള്ളത്. പിന്നെ ഇതിനകത്ത് PT എംപ്ലോയീസിന് ഈ 4 1 5 ഇല്ല, അവർക്ക് 3 ഉള്ളൂ. അതിൽ 2 എണ്ണം ഇയർലിയും 1 എണ്ണം ബൈഇനിയലാണ്. ഈ സ്റ്റാഗ്നേഷൻ ഇൻക്രിമെൻറ്റ് നമ്മുടെ ഫിക്സേഷൻ സമയത്ത് പരിഗണിക്കുമോ എന്ന് ചോദിച്ചാൽ പരിഗണിക്കും. അത് പേ ആയിട്ട് തന്നെ പരിഗണിക്കണം എന്നാണ് നിയമം. അപ്പോൾ ഒന്നുകൂടെ നമ്മൾ നോക്കുക എന്തൊക്കെയാണ് പേഴ്സണൽ പേ, സ്പെഷ്യൽ പേ, സ്റ്റാഗ് ഇൻക്രിമെൻറ്റ്. സ്റ്റാഗ് ഇൻക്രിമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ വരാറുണ്ട്. സ്റ്റാഗ് ഇൻക്രിമെൻറ്റ് മാക്സിമം എവിടം വരെ കൊടുക്കും എന്ന് ചോദിച്ചാൽ, ഇന്ന് കേരളത്തിലുള്ള മാക്സിമം സ്കെയിൽ ഓഫ് പേയുടെ മാക്സിമം നിൽക്കുന്നത് 166,800 ആണ്. അത് നമ്മൾ ആദ്യമേ പറഞ്ഞു. അത് എക്സീഡ് ചെയ്യരുത് സ്റ്റാഗ് കൊടുത്താൽ, അതാണ് നിയമം. അപ്പോൾ സ്റ്റാഗ്നേഷൻ ഇൻക്രിമെൻറ്റ് നമുക്ക് പരിഗണിക്കാം, പക്ഷേ ഇതിനെ പരിഗണിക്കാം. പക്ഷേ സ്റ്റാഗ്നേഷൻ ഇൻക്രിമെൻറ്റ് കൊടുക്കുന്ന കാര്യങ്ങൾ ഓർത്തിരിക്കുക. 4 1 5 തവണയേ കൊടുക്കുകയുള്ളൂ ഒരു പോസ്റ്റിൽ. 4 എണ്ണം ഇയർലി, 5ാമത്തെ ബൈഇനിയൽ കൊടുക്കുക. PT എംപ്ലോയീസിന് 3 തവണ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ആ 28 ഒന്നുകൂടെ ശരിക്കും നിങ്ങൾ നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അടുത്തത്, അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ പഠിച്ചു? സർവീസിൽ കയറുമ്പോൾ, ഇൻക്രിമെൻറ്റ് ഏൺ ചെയ്യുമ്പോൾ, പ്രൊബേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, പ്രൊമോഷൻ ആകുമ്പോൾ, ഇത്രയും ഫിക്സേഷൻ നമ്മൾ പഠിച്ചു. 4 ഫിക്സേഷൻ പഠിച്ചു. ഇനി അടുത്ത ഫിക്സേഷൻ വെൻ പോസ്റ്റ് ആർ അപ്ഗ്രേഡഡ്. പോസ്റ്റ് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഫിക്സ് ചെയ്ത് കൊടുക്കണമല്ലോ. അവരുടെ പോസ്റ്റ് തന്നെ അപ്ഗ്രേഡ് ചെയ്തു. ഇപ്പോൾ ഇരിക്കുന്ന പോസ്റ്റ് തന്നെ ഒരു പേ റിവിഷൻ വന്നപ്പോൾ, ഗവൺമെൻറ്റിൻ്റെ പേ റിവിഷൻ വന്നപ്പോഴത്തേക്ക് അപ്ഗ്രേഡ് ചെയ്ത് പോസ്റ്റിൻ്റെ ഇത് മാറ്റി. അന്ന് നേരത്തെ ഉദാഹരണം പറഞ്ഞിരുന്നു, വില്ലേജ് ഓഫീസർ പോസ്റ്റ് പണ്ട് UD ആയിരുന്നു, അത് പിന്നീട് അപ്ഗ്രേഡ് ചെയ്തു. അങ്ങനെ അപ്ഗ്രേഡ് ചെയ്താൽ എങ്ങനെയാണ് ഫിക്സ് ചെയ്യണേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ നിയമമൊന്നുമില്ല. ഇത് 28A തന്നെ ഉപയോഗിക്കണം. എപ്പോൾ
ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസിന് എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ 28A ഉപയോഗിക്കണം. മാറ്റമില്ലെങ്കിൽ 37A. എന്ന് വെച്ചാൽ നോഷണൽ ഇൻക്രിമെൻറ്റ് ഇല്ല എന്നർത്ഥം. നോഷണൽ ഇൻക്രിമെൻറ്റ് കൊടുത്ത് ചെയ്യണം. ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റി ഇപ്പോൾ പോസ്റ്റ് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഡ്യൂട്ടീസൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ, കുറച്ചുകൂടെ വിപുലമായ ഡ്യൂട്ടീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 28Aയും അല്ലെങ്കിൽ 37Aയും ഉപയോഗിക്കും. ഇപ്പോൾ 28Aയും 37Aയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അതെല്ലാം പഠിക്കാൻ പറ്റും. നിങ്ങളതൊന്നുകൂടെ കയറി കാണണം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ഫിക്സേഷൻ കഴിഞ്ഞു. ഇപ്പോൾ എത്രണ്ണം പഠിച്ചു? സർവീസ് വരുമ്പോൾ, ഇൻക്രിമെൻ്റ് എങ്ങനെ ചെയ്യുമ്പോൾ, പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ, പ്രൊമോഷൻ ആകുമ്പോൾ, പോസ്റ്റ് അപ്ഗ്രേഡ് 5 ഇനി അടുത്തത് അപ്പോയിൻമെൻറ്റ് ഹയർ പോസ്റ്റ് അതർ ദാൻ പ്രൊമോഷൻ. പ്രൊമോഷൻ അല്ലാതെ ഒരു പോസ്റ്റിലേക്ക്, നമ്മുടെ ഹയർ പോസ്റ്റിലേക്ക് എത്തുക. അതിൻ്റെ സമയം ഞാൻ പറഞ്ഞു എങ്ങനെയാണ് എത്തുന്നത്. PSC വഴി, ത്രൂ PSC ആണത് വരിക. അങ്ങനെയാണ് നമ്മൾ മുകളിലത്തേക്ക് പോസ്റ്റ് ചെയ്യുക. അങ്ങനെ ആൾക്കാർ വന്നാലും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. 28Aയും 37Aയും ആ കേസ് അനുസരിച്ച് ഉപയോഗിക്കുക. കേസ് അനുസരിച്ച് എന്ന് പറഞ്ഞാൽ 28Aയുടെ ഉപയോഗിക്കേണ്ട സന്ദർഭവും 37A ഉപയോഗിക്കേണ്ട സന്ദർഭം ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. ഓക്കെ, അങ്ങനെ ഉപയോഗിച്ചേക്കുക. അപ്പോൾ അത് സിമ്പിളാണ്, തീർന്നു. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞാൽ 28A 37A പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ ഫിക്സേഷനും നമുക്കിനി പഠിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഫിക്സേഷൻ കൂടെ പഠിച്ചു. ഹയർ പോസ്റ്റിലേക്ക് PSC വഴി വന്നാൽ 28Aയോ 37Aയോ ഉപയോഗിക്കണം. ഇനി ഹയർ അപ്പോയിൻമെൻറ്റ് ലോവർ പോസ്റ്റ് അതർ ദാൻ റിവേർഷൻ. ഒരു മനുഷ്യനെ പണിഷ് ചെയ്യുമ്പോഴാണ് റിവേർഷൻ വരുന്നത്. റിവേർഷൻ ഇല്ലാതെ താഴത്തെ പോസ്റ്റിലേക്ക് വരുന്ന ഒരു ഗതികേട് ഉണ്ടാകുക എന്നിരിക്കട്ടെ, അങ്ങനെ ഒരു സന്ദർഭം. അതെപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തന്നു. ചിലപ്പോൾ ചില പോസ്റ്റ് അബോളിഷ് ചെയ്യും. അപ്പോൾ അവരെ വേറെ ഡിപ്ലോയ് ചെയ്യും, വേറെ സർവീസിലേക്ക്. അങ്ങനെ വരെങ്കിൽ ഇവർക്ക് സമാനമായ പോസ്റ്റ് ആയിരിക്കില്ല, താഴത്തെ സ്കെയിലുള്ള പോസ്റ്റിലേക്കായിരിക്കും ഇവരെ അപ്പോയിൻറ്റ് ചെയ്യണം. അവിടെ ഉപയോഗിക്കേണ്ടത് 37 സ്മോൾ ബി എന്ന് പറഞ്ഞ റൂളാണ്. 37 ക്യാപിറ്റൽ ബി ഞാൻ ആദ്യം പറഞ്ഞത് പ്രൊബേഷനേഴ്സിൻ്റെ ഫിക്സേഷനിലാണ് പറഞ്ഞത്. ഇവിടെ 37 സ്മോൾ ബി ഉപയോഗിക്കണം. ഇത് കേട്ട് പേടിക്കണ്ട. 37 സ്മോൾ ബി എന്നൊക്കെ പറഞ്ഞാൽ ഇത്രേ കാര്യമുള്ളൂ. നിങ്ങൾ താഴോട്ടാണല്ലോ പോകുന്നത്. താഴോട്ട് പോകുമ്പോൾ നിങ്ങളിപ്പോൾ മേടിക്കുന്ന ശമ്പളത്തിന് ഒരു സ്റ്റേജ് അവിടെ ഉണ്ട്, അവിടെ ഞാൻ കൊടുക്കുക, മറന്നും ചെയ്യണ്ട. ഇനി അവിടെ സ്റ്റേജ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? സ്റ്റേജ് ഇല്ലെങ്കിൽ അതിന് തൊട്ട് താഴത്തെ സ്റ്റേജിൽ കൊടുക്കുക. നമ്മളിപ്പോൾ 45,000 മേടിച്ചുകൊണ്ടിരുന്നു. 45,000 എന്ന് പറയുന്നത് ഒരു സ്റ്റേജാണ്. താഴത്തെ പോസ്റ്റ് ചെല്ലുമ്പോൾ അവിടെ അങ്ങനെ 45,000 ഉണ്ടെങ്കിൽ അവിടെ ഫിക്സ് ചെയ്യുക. അവിടെ 45,000 ഇല്ല, തൊട്ട് താഴെ 44,500 കിടക്കണമെന്നിരിക്കട്ടെ. അങ്ങനെയാണ് ആ 44,500 ഫിക്സ് ചെയ്യണം. പക്ഷേ ഇയാളുടെ പേ പ്രൊട്ടക്റ്റ് കൊടുക്കണം. എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ ഇപ്പം മേടിച്ച് ശമ്പളം മാറ്റാൻ പറ്റില്ല, കാരണം അയാൾ റിവേർട്ട് ചെയ്തതല്ല, അയാളുടെ കുറ്റം കൊണ്ടല്ല താഴത്തെ പോസ്റ്റിലേക്ക് പോയത്. അതുകൊണ്ട് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞാൽ പേഴ്സണൽ പേ ആയിട്ട് കൊടുക്കണം, PP ആയിട്ട് കൊടുക്കണം 500 രൂപ. പക്ഷേ അത് ഫ്യൂച്ചർ ഇൻക്രിമെൻസിൽ ഡിസോൾവ് ചെയ്ത് പോകും. ഒന്നുകൂടെ പറയാം, 37 സ്മോൾ ബി ഒന്നുകൂടെ പറയാം. ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, താഴത്തെ പോസ്റ്റിലേക്ക് അയാൾ കുറ്റം ചെയ്യാതെ വിടുമ്പോഴാണ്, അത് പോസ്റ്റ് അബോളിഷ് ചെയ്യുമ്പോഴാണ് വരിക. അപ്പോൾ അയാൾക്ക് എങ്ങനെ ഫിക്സ് ചെയ്യുന്നത് വെച്ചാൽ, താഴത്തെ പോസ്റ്റിൽ ഇയാൾ മേടിച്ചുകൊണ്ടിരുന്ന കാശ് എത്രയുണ്ട് അതൊരു സ്റ്റേജ് ആയിട്ടുണ്ടെങ്കിൽ അതങ്ങ് കൊടുക്കുക. സ്റ്റേജ് ഇല്ലാതെ ഒരു സാധനം ഫിക്സ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ താഴത്തെ സ്കെയിൽ ഓഫ് പേ ചെല്ലുമ്പോൾ അവിടെ അങ്ങനെ ഒരു പോസ്റ്റ്, അങ്ങനെ ഒരു സ്റ്റേജ് ഇല്ലെങ്കിൽ തൊട്ട് താഴെ ഫിക്സ് ചെയ്യുക. പക്ഷേ ഇയാളുടെ ഇപ്പം മേടിച്ചുകൊണ്ടിരുന്ന ശമ്പളം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാലൻസ് എത്രയുണ്ടോ അത് PP ആയിട്ട് കൊടുക്കുക, പേഴ്സണൽ പേ ആയിട്ട് കൊടുക്കുക. ഭാവിയിൽ അത് ഡിസോൾവ് ചെയ്ത് പൊക്കോളും. അപ്പോൾ അടുത്തും പഠിച്ചു, ക്ലിയർ ആയിക്കാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്നുകൂടെ, ഇനിഷ്യൽ ഇൻക്രിമെൻറ്റ് കൊടുക്കുമ്പോൾ, പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ, പ്രൊമോഷൻ സമയത്ത്, പോസ്റ്റ് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ, പിന്നെ PSC വഴി മുകളിലത്തെ ഒരു പോസ്റ്റിലെത്തുമ്പോൾ, പ്രൊമോഷൻ അല്ലാണ്ട് മുകളിലത്തെ പോസ്റ്റിലെത്തുമ്പോൾ, ഇനി റിവേർഷൻ അല്ലാണ്ട് താഴത്തെ പോസ്റ്റിലെത്തുമ്പോൾ, ഇതും പഠിച്ചു, 7 പഠിച്ചു. ഇനി ഇനി പഠിക്കാനുള്ളത് അറ്റ് ദ ടൈം ഓഫ് റിവേർഷനാണ്. റിവേർഷൻ സമയത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. അത് റൂൾ 36 ആണ് റിവേർഷനിൽ പറയുന്നത്. അതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. റിവേർഷൻ 2 കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കുക. റിവേർട്ട് ചെയ്യുമ്പോൾ അയാളോട് പറയും, നിങ്ങളെ താഴത്തെ സ്റ്റേജിലേക്ക് ഫിക്സ് ചെയ്തിരിക്കുന്നു എന്ന് പറയും. എന്നുവെച്ചാൽ ഇപ്പോൾ കിട്ടുന്ന ശമ്പളത്തിനെ കഴിഞ്ഞ ഇൻക്രിമെൻറ്റ് കിട്ടുന്നതിന് മുമ്പ് എത്രയായിരുന്നു അതിലേക്ക് ഫിക്സ് ചെയ്യുമെന്ന് പറയും. അതങ്ങോട്ട് ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി, വേറെന്ന് വെച്ചാൽ. ചിലപ്പോൾ പറയും, നിങ്ങളെ താഴത്തെ സ്കെയിൽ ഓഫ് പേയിൽ ഫിക്സ് ചെയ്തിരിക്കണം എന്ന് പറയും. അപ്പോഴും അയാൾ ആ സ്കെയിൽ താഴെ ഉണ്ടായിരുന്നെങ്കിൽ അയാൾ എത്ര മേടിക്കുമായിരുന്നു അതിലങ്ങ് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇവിടെ പ്രൊട്ടക്ഷൻ ഒന്നുമില്ല കേട്ടോ. ഇത് അയാൾ കുറ്റം ചെയ്തിട്ടാണ് റിവേർട്ട് ചെയ്യണത്. അപ്പോൾ താഴത്തെ സ്റ്റേജ് കൃത്യമായിട്ട് പറയും. പിന്നെ റിവേർഷൻ്റെ കാര്യത്തിൽ ഒരു കാര്യം ഓർക്കുക, റൂൾ 36 ഇത് നമുക്ക് പരീക്ഷയ്ക്കൊന്നും വരാറില്ലെങ്കിലും നിങ്ങൾ അറിയാൻ വേണ്ടി പറയാം. റിവേർഷൻ്റെ കാര്യത്തിൽ 2 തരത്തിലുള്ള റിവേർട്ട് ചെയ്യണം. പെർമനൻ്റ് ആയിട്ടും ടെമ്പററി ആയിട്ടും റിവേർട്ട് ചെയ്യും. ഇത്ര നാളത്തേക്കെന്ന് പറയും. 1 വർഷത്തേക്ക് നിങ്ങളെ ആ പോസ്റ്റിലേക്ക് റിവേർട്ട് ചെയ്യും. അത് പെർമനൻ്റ് ആയിരിക്കും, ചിലപ്പോൾ ടെമ്പററി ആയിരിക്കും. പെർമനൻറ്റ് ടെമ്പററി എന്നത് സ്ഥിരമായിട്ട് ആ പോസ്റ്റ് ഇരിക്കണമെന്നല്ല.
1 വർഷത്തേക്ക് ടെമ്പററിലി റിവേർട്ടഡ്, 1 വർഷത്തേക്ക് പെർമനൻ്റ്ലി റിവേർട്ടഡ് എന്ന് പറഞ്ഞ് വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അർത്ഥം ഇത്രയേ ഉള്ളൂ, പേടിക്കൊന്നും വേണ്ട, വേറെ ഒന്നും മനസ്സിലാക്കാനൊന്നുമില്ല. ഇങ്ങനെ താഴോട്ട് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ പെർമനൻ്റായിട്ട് നിങ്ങൾ റിവേർട്ട് ചെയ്യാൻ അത്രയും കാലം നിങ്ങൾ ആ ശമ്പളത്തിൽ അവിടെ ഇരിക്കണം. പക്ഷേ തിരിച്ചിവിടെ വരുമ്പോൾ ആ കാലഘട്ടം നിങ്ങളുടെ മുകളിലത്തെ ഇൻക്രിമെൻറ്റിൻ്റെ സർവീസായിട്ട് കൂട്ടില്ല. അത്രേ ഉള്ളൂ. എന്നുവെച്ചാൽ അത്രയും കാലം നിങ്ങളുടെ പോയി. തിരിച്ച് ടെമ്പററി ആണെങ്കിൽ അത് ഇപ്പോൾ മുകളിലത്തെ ഇൻക്രിമെൻറ്റിന് അത് കൂട്ടും. അത്രേ ഉള്ളൂ. അത് വലിയ കാര്യമായിട്ടൊന്നും പഠിക്കണ്ട. അത് നമ്മളതിന് പ്രോബ്ലം ഒന്നും വരാറില്ല, അല്ലെങ്കിൽ ചോദിക്കാറില്ലെങ്കിലും ഞാൻ റൂൾ 36 ഒന്നും പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അടുത്ത ടൈം ഓഫ് റിവേഷൻ ഉപയോഗിക്കണ റൂൾ 36 ആണ്. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇനി ഒരു ഫിക്സേഷൻ കൂടെ പഠിക്കാനുള്ളൂ. ആ ഫിക്സേഷൻ വേറൊന്നുമല്ല, ഗ്രേഡ് പ്രൊമോഷൻ, ടൈം ബൗണ്ട് പ്രൊമോഷൻ. ടൈം ബൗണ്ട് പ്രൊമോഷനിൽ ഒറ്റ കാര്യമുള്ളൂ, 28 AWEX ഫിക്സ് ചെയ്യുക. പക്ഷേ 28 AWEX ഫിക്സ് ചെയ്യുമ്പോൾ റീഫിക്സേഷൻ കൊടുക്കരുത്. എന്തുകൊണ്ടാണ് റീഫിക്സേഷൻ കൊടുക്കരുതെന്ന് പറയാൻ കാര്യം, ഇയാൾക്ക് താഴെ പോസ്റ്റില്ല, ആ പോസ്റ്റിൽ തന്നെ അയാൾ വർക്ക് ചെയ്യണത്. കാരണം ഇപ്പം ഒരു പേര് കൊടുക്കുന്നതേ ഉള്ളൂ. ടൈം ബൗണ്ട് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മുകളിലത്തെ പോസ്റ്റിൻ്റെ സ്കെയിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ, അയാളുടെ ജോലിയൊക്കെ അത് തന്നെയാണ്. അതുകൊണ്ട് താഴത്തെ പോസ്റ്റിൽ നിന്ന് അയാൾ മുകളിലേക്ക് വരുന്നില്ലാത്തത് കൊണ്ട് അവിടെ റീഫിക്സേഷൻ കൊടുക്കരുത്, വേറെ ഒന്നുമില്ല. അപ്പോൾ എല്ലാ ഫിക്സേഷനും നമ്മൾ തീർന്നു. ഓക്കെ, എല്ലാ ഫിക്സേഷനും തീർന്നു, വേറെ ഒന്നും ചെയ്യാനില്ല. എല്ലാ ഫിക്സേഷനുമായി ആദ്യം പറഞ്ഞുകൊണ്ട് നോക്കാം. അറ്റ് ദ ടൈം ഓഫ് പ്രൊമോഷൻ, അറ്റ് ദ ടൈം ഓഫ് എൻട്രി ഇൻ സർവീസ്. 2, അറ്റ് ദ ടൈം ഓഫ് ഏണിംഗ് ഇൻക്രിമെൻറ്റ് റൂൾ 33 കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. നമ്മൾ എൻട്രി ഇൻ സർവീസ് റൂൾ 38 ആയിരുന്നു, ഓർമ്മയുണ്ടാവും. എൻട്രി ചെയ്യുമ്പോൾ 38 വെച്ച് ഫിക്സ് ചെയ്യണം. അവിടെ സിമ്പിൾ കാര്യമുള്ളൂ, വേറെ ഒന്നുമില്ല. നിങ്ങൾ സ്കെയിൽ ഓഫ് പേയിൽ എത്രയാണ് മിനിമം അതങ്ങോട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക, വേറെ ഒന്നും ചെയ്യാനില്ല. പക്ഷെ അത് ഉപയോഗിക്കുന്ന റൂൾ 38 ആണെന്ന് ഓർത്തിരിക്കുക. പിന്നെ ഏണിംഗ് ഇൻക്രിമെൻറ്റ് ഏൺ ചെയ്യുമ്പോൾ കൊടുക്കുന്നത് 33 ആണ്. ഇൻക്രിമെൻറ്റ് പരിഗണിക്കുന്ന സർവീസ് ഏതൊക്കെയാണ്, പരിഗണിക്കാത്ത ഏതൊക്കെയാണെന്ന് കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അത് എപ്പോഴും പരീക്ഷയ്ക്ക് വരുന്നൊരു കാര്യമാണ്. പിന്നെ നെക്സ്റ്റ് 2 കഴിഞ്ഞു. പ്രൊബേഷനേഴ്സിൻ്റെ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്, അതിന് നമ്മൾ റൂൾ 37 ക്യാപിറ്റൽ ബി എന്ന് പറഞ്ഞിട്ടൊരു നിയമമാണ് ഞാൻ പഠിപ്പിച്ചത്. അതിന് കൂടെ 2 നിയമങ്ങളും ഞാൻ പഠിപ്പിച്ചു. ഒന്ന് GD നമ്പർ 1 അണ്ടർ റൂൾ 31, GD നമ്പർ 2 അണ്ടർ റൂൾ 31. 31 എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞാൽ വിത്ത് ഹോൾഡിങ് ഇൻക്രിമെൻ്റ് ആണ്. നമ്മളിപ്പോൾ പഠിക്കുന്നില്ല. ഒരാളുടെ ഇൻക്രിമെൻറ്റ് വിത്ത് ഹോൾഡ് ചെയ്യും ഇത്ര നാളത്തേക്ക്, നിങ്ങളുടെ സാധനം വിത്ത് ഹോൾഡ് ചെയ്തിരിക്കുന്നു ഇത്ര നാളത്തേക്ക്, അതൊരു പണിഷ്മെൻ്റായിട്ടാണ്. അത് നമ്മളിപ്പം പറയേണ്ട കാര്യമില്ല. അത് വിത്ത് ഹോൾഡ് ചെയ്യാൻ ഇത്ര നാളത്തേക്കെന്ന് പറഞ്ഞ് തരുന്നതാണ് അവിടെ. അപ്പോൾ ആ 31 റൂളിൻ്റെ അണ്ടറിൽ 2 GD ഉണ്ട്, ഗവൺമെൻറ് ഡിസിഷൻ ഉണ്ട്. ഒന്ന് 1ഉം GD നമ്പർ 1ഉം GD നമ്പർ 2. GD നമ്പർ 1 എന്ന് പറയുന്നത് ഇൻക്രിമെൻറ്റ് എല്ലാം 1-ാം തീയതി വെച്ച് കൊടുക്കണം. GD നമ്പർ 2 എന്ന് പറയുന്നത് പ്രൊബേഷനേഴ്സിൻ്റെ ഇൻക്രിമെൻറ്റ് ഫസ്റ്റ് ഇയറിൽ 1-ാം തീയതി വെച്ച് കൊടുക്കണം. പക്ഷേ പ്രൊബേഷനുമായിട്ട് അനുബന്ധമായിട്ട് കൊടുക്കേണ്ട ഇൻക്രിമെൻറ്റ് ഡേറ്റ് ഓഫ് ഡിക്ലറേഷൻ ഓഫ് പ്രൊബേഷനെ കൊടുക്കാവുന്നതാണ്. ഈ 3 കാര്യങ്ങളും 37B ഓർത്തിരുന്നാൽ പ്രൊബേഷനേഴ്സിൻ്റെ കാര്യം തീർന്നു. അപ്പം 3 ഫിക്സേഷൻ കഴിഞ്ഞു. അടുത്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ അറ്റ് ദ ടൈം ഓഫ് പ്രൊമോഷൻ. അതിന് നമ്മൾ 3 നിയമങ്ങളാണ് പഠിച്ചത്. ഒന്ന് 28, 37 സ്മോൾ എ, പിന്നെ അടുത്തത് റൂൾ 28 ക്യാപിറ്റൽ എ. ഈ 28ഉം വെറും 28ഉം 37Aയും ഉള്ളത് ചെല്ലുന്ന പോസ്റ്റ്, അതിന് ഹയർ പോസ്റ്റിൻ്റെ സ്കെയിൽ ഓഫ് പേയുടെ മിനിമം 97,600 മുകളിലുള്ളവർക്കാണ് അത് വരുന്നത്. മുകളിലുള്ളവർക്ക് 2 നിയമം എന്താണെന്ന് വെച്ചാൽ, അവർ പെർമനൻ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ, അതായത് സബ്സ്റ്റാൻറ്റീവായിട്ട് പോവുകയാണെങ്കിൽ അവർക്ക് 28ഉം, ഒഫീഷ്യേറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ 37A ഉപയോഗിക്കാം. എങ്ങനെയായി മെക്കാനിസം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. നിങ്ങളിപ്പോൾ മേടിക്കുന്ന എത്രയാണോ അതിന് തൊട്ട് മുകളിൽ ആ ഹയർ സ്കെയിലിൽ നോക്കുക എവിടെയാണ് കിടക്കണമെന്ന് വെച്ചാൽ അതങ്ങ് ഫിക്സ് ചെയ്യുക, വേറെ ഒന്നുമില്ല. പക്ഷേ ഒഫീഷ്യേറ്റ് ചെയ്യാൻ പോകുമ്പോഴൊക്കെ താഴത്തെ പോസ്റ്റ് ഉള്ളത് കൊണ്ട് അയാൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അയാൾക്ക് അടുത്ത് ഇൻക്രിമെൻറ്റ് കിട്ടുന്ന ഡേറ്റിൽ ഇയാൾക്ക് നഷ്ടം വരുമായിരുന്നെങ്കിൽ ഒരു ഇൻക്രിമെൻ്റ് കൂടെ കൊടുക്കുക, വേറെ ഒന്നും ചെയ്യാനില്ല. നഷ്ടം വരുമായിരുന്നെങ്കിൽ മാത്രം. അതിനാണ് 37A എന്ന് പറയുന്നത്. ഇത് വലിയ വലിയ ആൾക്കാരുടെയാണ്. പിന്നെ സാധാരണക്കാരുടെ ഫിക്സേഷൻ ഞാൻ പറഞ്ഞു, അത് റൂൾ 28A. ഇതെവിടെയാണ് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും ഈ ഫിക്സേഷൻ പ്രൊമോഷൻ സമയത്ത് ഫിക്സേഷൻ മുകളിലത്തെ പോസ്റ്റിലേക്കായിരിക്കണം നമ്മുടെ കണ്ണ്. മുകളിലെ പോസ്റ്റിലേക്ക് എന്തിലാണ് നോക്കേണ്ടത്, അവരുടെ സ്കെയിൽ ഓഫ് പേ നോക്കണം. ആ സ്കെയിൽ ഓഫ് പേയിൽ എവിടെ നോക്കണം, മിനിമത്തിൽ നോക്കണം. മിനിമത്തിൽ എത്രയാണെന്ന് നോക്കണം.
95,600 അതിൽ താഴെയോ ആണെങ്കിൽ നമ്മൾ 28A ഉപയോഗിക്കുക. 28Aയും രണ്ട് തരത്തിൽ ഉപയോഗിക്കണം. സബ്സ്റ്റാൻറ്റീവായിട്ട് പോയാൽ അയാൾക്ക് പഴയ 28ൻ്റെ പോലെയാണ്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം, പാവപ്പെട്ടവനായതുകൊണ്ട് ഒരു നോഷണൽ ഇൻക്രിമെൻറ്റ് കൊടുക്കും. എന്താ നോഷണൽ ഇൻക്രിമെൻറ്റ് എന്ന് വെച്ചാൽ സാങ്കല്പികമായിട്ടൊരു ഇൻക്രിമെൻറ്റ് കൊടുത്ത് നിനക്കിത് കിട്ടിയടാ, അപ്പോൾ നിൻ്റെ ശമ്പളം ഇത്രയും കൂട്ടിയടാ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അത് കൂട്ടി അതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അയാൾക്ക് റീഫിക്സേഷൻ ഒന്നുമില്ല. അയാൾ എന്തായിട്ടാണ് പോണത്? സബ്സ്റ്റാൻറ്റീവായിട്ട് പോയാൽ. കാരണം അയാൾക്ക് താഴെ പോസ്റ്റില്ല. ഒഫീഷ്യേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ താഴെ അയാൾക്ക് ലീനുണ്ട്, പോസ്റ്റുണ്ട്. അതുകൊണ്ട് ഈ മെക്കാനിസം തന്നെ ചെയ്യും. എന്ത് ചെയ്യും? നോഷണൽ ഇൻക്രിമെൻറ്റ് കൊടുക്കും. അതിനെ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഇതാണ് നിൻ്റെ പേ എന്ന് പറയും. ആ പേ നോഷണൽ പേ എന്ന് പറയും. അതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യും. പക്ഷേ താഴെ അയാളുടെ ഇൻക്രിമെൻറ്റ് ഡേറ്റിൽ ഒരു റീഫിക്സേഷൻ നടത്തും. റീഫിക്സേഷൻ നടത്തണം എന്താണെന്ന് വെച്ചാൽ ലാഭം ഉണ്ടായെങ്കിൽ മാത്രമേ റീഫിക്സേഷൻ കൊണ്ട് പറയാനുള്ളൂ. ഇത്രയാണ് പ്രൊമോഷൻ്റെ സമയത്ത്. ഒന്നുകൂടെ അവർക്ക് 28, 37 അത് വലിയ വലിയ ആൾക്കാർക്ക്, 28 പാവപ്പെട്ടാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് ഈ പോസ്റ്റ് അപ്ഗ്രേഡേഷൻ. അപ്ഗ്രേഡേഷൻ ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല. ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റിയും കൂടെ കൂട്ടിയാണ് പോസ്റ്റ് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ. ആ പോസ്റ്റ് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ അവിടെ 28A ഉപയോഗിക്കണം, അല്ലെങ്കിൽ 37A. വ്യത്യാസം 28 37 തമ്മിലുള്ള വ്യത്യാസം നോഷണൽ ഇൻക്രിമെൻറ്റ്. അപ്പോൾ അത് രണ്ടും രണ്ടായിട്ടും. അപ്പോൾ ഡ്യൂട്ടി കൂട്ടിയിട്ടുണ്ട്, റെസ്പോൺസിബിലിറ്റി ഒക്കെ കൂട്ടിയിട്ടുണ്ട്, 28A ഉപയോഗിക്കുക. അല്ലെങ്കിൽ അതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ 37A വെച്ച് കൊടുക്കുക. ഓക്കെ, ഇനി ഹയർ പോസ്റ്റ്, അപ്പോയിൻമെൻറ്റ് ഹയർ പോസ്റ്റ് അതർ ദാൻ പ്രൊമോഷൻ. പ്രൊമോഷനിലാണ്ട് ഹയർ പോസ്റ്റിലെത്തുക, അതിനെ നമ്മൾ വിളിക്കുന്നത് എന്തുമായിരുന്നു? അപ്പോയിൻമെൻറ്റ് ത്രൂ PSC വഴി. PSC വഴി വന്നാൽ എന്താ ചെയ്യേണ്ടത്? PSC വഴി അവിടെ എത്തുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ 28Aയോ 37Aയോ 37Aയോ എന്ന് പറയുന്നത് 97,600 അത് വെച്ച് അങ്ങ് ഫിക്സ് ചെയ്യുക. വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, ഇനി അപ്പോയിൻമെൻറ്റ് ലോവർ പോസ്റ്റ് അതർ ദാൻ റിവേർഷൻ. ഒരു കുറ്റം ചെയ്യാണ്ട് അയാളെ താഴോട്ട് വിടുക, പോസ്റ്റ് ഇല്ലാതാകുമ്പോഴാണ്, അബോളിഷ് ചെയ്യുമ്പോഴാണ്. അങ്ങനെ വിടുമ്പോൾ എന്താ ചെയ്യേണ്ടത്? താഴോട്ട് നേരെ താഴത്തെ പോസ്റ്റിലേക്ക് വരെ. അതിന് 37 സ്മോൾ ബി എന്ന് പറയുന്ന നിയമമാണ്. നമ്മൾ 37 ക്യാപിറ്റൽ B പഠിച്ചു പ്രൊബേഷനേഴ്സിൻ്റെ. 37 സ്മോൾ ബി പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. താഴത്തെ പോസ്റ്റിലേക്ക് വിട്ടാൽ ഇയാൾ ഇപ്പം മേടിക്കുന്ന ശമ്പളം എത്രയുണ്ടോ അത് അവിടെ കൊടുക്കണം. കൊടുക്കാൻ അയാൾക്ക് അവിടെ സ്റ്റേജ് ഇല്ലെന്നിരിക്കട്ടെ, അങ്ങനെ ഒരു സ്റ്റേജേ അവിടെ ഇല്ലെങ്കിൽ തൊട്ട് താഴെ ഫിക്സ് ചെയ്യുക. സ്റ്റേജ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ആ സ്റ്റേജിലെങ്കിൽ ഫിക്സ് ചെയ്യുക. സ്റ്റേജ് ഇല്ലെങ്കിൽ തൊട്ട് താഴെ ഫിക്സ് ചെയ്തിട്ട് അയാളുടെ പേ പ്രൊട്ടക്റ്റ് കൊടുക്കണം. PP എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം, പേഴ്സണൽ പേ ആയിട്ട് കൊടുക്കണം. ഭാവിയിൽ അത് ഡിസോൾവ് ചെയ്ത് കളഞ്ഞു. ഇതാണ് 37 സ്മോൾ ബി. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞ അറ്റ് ദ ടൈം ഓഫ് റിവേർഷൻ. 4 കാര്യങ്ങൾ ഓർക്കേണ്ട. ഒന്ന്, പെർമനൻ്റ് ആയിട്ട് റിവേർട്ട് ചെയ്യും. എന്ന് വെച്ചാൽ താഴെ പോണ പോസ്റ്റിൽ അത്രയും നാൾ അയാൾക്ക് ആ സർവീസ് ഇൻക്രിമെൻറ്റ് പരിഗണിക്കില്ല. ടെമ്പററി ആയിട്ട് വിട്ടു. ടെമ്പററി ആയിട്ട് അത്രയും നാളത്തെ ലോസ് മാത്രമേ അയാൾക്കുള്ളൂ. പക്ഷേ ഭാവിയിലൊക്കെ ഇയാളുടെ ഈ സർവീസും കൂടെ ഇൻക്രിമെൻറ്റ് പരിഗണിക്കും. അത്രയേ ഉള്ളൂ. പിന്നെ എപ്പോഴും റിവേർട്ട് ചെയ്യുമ്പോൾ ആ റിവേർഷൻ ഓർഡറിലാണ് പറയണേ. നീ ഇന്ന കുറ്റം ചെയ്ത് കണ്ടുകൊണ്ട് നിന്നെ താഴത്തെ സ്റ്റേജിലേക്ക് മാറ്റിയിരിക്കുന്നത് ഇത്ര നാളത്തേക്ക്. അപ്പോൾ താഴത്തെ സ്റ്റേജ് എത്രയാണോ ഈ ഇൻക്രിമെൻറ്റ് കിട്ടുന്ന തൊട്ട് താഴത്തെ സ്റ്റേജിലേക്ക് അയാളെ മാറ്റും. ചിലപ്പോൾ പറയും നിന്നെ താഴത്തെ സ്റ്റേജിലേക്കൊന്നും അല്ല മാറ്റുന്ന, താഴത്തെ പോസ്റ്റിലേക്ക് മാറ്റുന്നു. ഇപ്പോൾ UD ക്ലർക്ക് ആയിട്ടിരിക്കുന്ന ഒരാളെ പറയുന്നത് നീ ഭയങ്കര കുറ്റം ചെയ്തുകൊണ്ട് നിന്നെ LD ക്ലർക്കിൻ്റെ പോസ്റ്റിലേക്ക് വിടുന്നു എന്ന് പറയുന്നു. അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇയാൾ LD ക്ലർക്ക് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അയാൾക്ക് എത്ര എത്തുമായിരുന്നു അതങ്ങ് കൊടുക്കുക, അത്രേ ഉള്ളൂ. വേറൊന്നും ചെയ്യാനില്ല. ഇതിനെയാണ് നമ്മൾ പറയുന്നത് 36 എന്ന് പറയുന്നത്. 36 പണിഷ്മെൻറ്റാണ്, റിവേർഷനാണ്. ഇനി അടുത്തത് നമ്മൾ പഠിച്ചത് എന്തുമായിരുന്നു? ടൈം ബൗണ്ട് പ്രൊമോഷൻ, ഗ്രേഡ് പ്രൊമോഷൻ നമ്മൾ ഉപയോഗിക്കേണ്ടത് 28A മാത്രം ഉപയോഗിച്ചാൽ. 28Aയിൽ ഒറ്റ കാര്യം മാത്രം ഓർക്കുക, 28A നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇവിടെ ഗ്രേഡ് പ്രൊമോഷൻ ആയതുകൊണ്ട് ഇയാൾക്ക് താഴെ പോസ്റ്റ് ഇല്ല. പിന്നെ താഴെ പോസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് റീഫിക്സേഷൻ ഇല്ല. ഇത്രയും കാര്യങ്ങൾ മാത്രം ഓർക്കുക. ഇതുകൊണ്ട് എല്ലാ ഫിക്സേഷനുമായി ക്ലിയറായി. ഇനി അടുത്ത് നമ്മൾ നേരെ പോകുന്നത് ജോയിനിങ് ടൈം എന്ന ഇതിലേക്ക് പോവുകയാണ്. ജോയിനിങ് ടൈം കഴിഞ്ഞിട്ട് ലീവ്. ഓരോ ദിവസം ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യും. ക്ലിയറായിട്ട് പഠിച്ചു പോകണമെന്ന് അപേക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്.